എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഓരോ ദിവസങ്ങളും പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം പ്രഖ്യാപിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം പള്ളികളിൽ കോളാമ്പി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി അദ്ദേഹം നിരോധിച്ചിരിക്കുകയാണ്. മറ്റൊന്നെന്ന് വെച്ചാൽ 2021 അസംബ്ലി ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഏകദേശം 300ഓളം BJP പ്രവർത്തകരെ തൃണമൂലിൻ്റെ ഗുണ്ടകൾ കൊന്നിരുന്നു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകളൊക്കെ വീണ്ടും അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ച കാര്യമാണ്. അവിടെ ഇലക്ഷന് ശേഷം വലിയ രീതിയിലുള്ള കൂട്ടക്കൊലയാണ് 2021 തൃണമൂലിൻ്റെ ഗുണ്ടകൾ അഴിച്ചുവിട്ടത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് BJPക്കാരെ ആക്രമിക്കുന്നു എന്ന് വരുത്തി തീർത്ത് ഹിന്ദുക്കളെയാണ് അവിടെ ടാർഗറ്റ് ചെയ്തത്. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളികളിൽ മുസ്ലിം പള്ളികൾ ഉപയോഗിക്കുന്ന ബാങ്ക് വിളിക്കാൻ ഉപയോഗിക്കുന്ന കോളാമ്പി, ആ കോളാമ്പി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി ഇനി വേണ്ട. ബാങ്ക് വിളിക്കുന്നത് അതായത് പുറത്താരും കേൾക്കരുത്. അത് നേരെ മറിച്ച് അവിടുത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾ കഴിഞ്ഞ 5-8 വർഷമായിട്ട് കോളാമ്പി ഉപയോഗിക്കാറില്ല. പക്ഷേ ഈ മുസ്ലിം പള്ളികളിൽ നിന്ന് മാത്രമാണ് ഈ കോളാമ്പിയിൽ നിന്ന് ഇത്തരത്തിലെ ബാങ്ക് വിളികൾ വരുന്നത്. അപ്പോൾ അവിടെ തന്നെ ബംഗാളിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കിലോമീറ്ററിലും ഓരോ പള്ളിയാണ് ഇവിടെ ഉള്ളത്. അത് അത്രത്തോളം മുസ്ലിം ആൾക്കാർ അവിടെ ഇല്ലെങ്കിൽ പോലും ഓരോ കിലോമീറ്ററിലും ഓരോ പള്ളികളും അവിടെയുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ സമാനമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കിലോമീറ്ററിനും ഓരോ 5 വീടിനും ഒരു പള്ളി എന്ന രീതിയിലാണ് കേരളത്തിലെ മുസ്ലിം പള്ളികൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും അതേ സാഹചര്യം തന്നെയാണ്. അപ്പോൾ അതാണിപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒത്തിരി കേസ് കെട്ടിക്കിടക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടാണെന്നറിയാം, ഈ ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. അതായത് ഈ ബാങ്ക് വിളി നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരും സുപ്രീം കോടതി ഇതൊക്കെ കീഴടങ്ങിയതിന് ശേഷമാണ് 2001 സുപ്രീം കോടതി പറഞ്ഞു ഈ കോളാമ്പി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി അത് നിരോധിച്ചു. അതായത് ആർട്ടിക്കിൾ 20-21, അതായത് ഒരു സാധാരണ മനുഷ്യന് സൗകര്യത്തോടെ കിടന്നുറങ്ങാനും അത്തരത്തിലെ കാര്യങ്ങൾ പറയുന്ന ഇതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് 2001 ഈ കോളാമ്പി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളി നിരോധിച്ചത്. പക്ഷേ അതിനുശേഷം പല എല്ലാ സംസ്ഥാനത്തും ഇത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലങ്ങളിലായാലും ഈ മുസ്ലിം പള്ളികളായാലും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഉത്തർപ്രദേശിലൊക്കെ അതൊക്കെ യോഗി ആദിത്യനാഥ് 2017 അധികാരം ഏറ്റെടുത്തതിന് ശേഷം അത് മൊത്തം എടുത്തു കളഞ്ഞിരുന്നു. അമ്പലത്തിൻ്റെ അടക്കം എടുത്തു കളഞ്ഞു. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ, ഈ മുസ്ലിം പള്ളിയിൽ നിന്നൊക്കെ എടുത്തു കളഞ്ഞ കോളാമ്പികളൊക്കെ സ്കൂളുകൾ ഈ ചാരിറ്റി ആൾക്കാർക്ക് കൊടുത്തു, ഹോസ്പിറ്റൽ ആൾക്കാർക്ക്, ഈ കമ്മ്യൂണിറ്റി വർക്കേഴ്സിനൊക്കെ കൊടുത്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പിള്ളേർക്കൊക്കെ പല കാര്യങ്ങൾ അനൗൺസ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കൊടുത്തു. പിന്നെ കമ്മ്യൂണിറ്റി വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഈ കൊറോണയുമായി ബന്ധപ്പെട്ട സമയത്ത് ആൾക്കാർക്ക് അത് പല സ്ഥലത്തും ഈ അനൗൺസ്മെൻറ്റ് ചെയ്യാനൊക്കെ ഈ സാധനം ഉപയോഗിക്കാൻ വേണ്ടി അങ്ങനെ കമ്മ്യൂണിറ്റി വർക്കേഴ്സിനും ഇത് കൊടുത്തു. അങ്ങനെയാണ് യോഗി ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ അത് വലിയ രീതിയിൽ പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് യോഗി ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ ഇവിടെ ബംഗാളിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള ശല്യം തന്നെയാണ്. അപ്പോൾ പല കേസുകളും ഇപ്പോൾ ബംഗാൾ ഹൈക്കോടതിയിൽ ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇതിൻ്റെ പേരിൽ. അപ്പോൾ ആരും അത് ചെവി കൊടുക്കുന്നില്ല. മമതാ ബാനർജി ആണെങ്കിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായിട്ട് വരുന്ന ആൾക്കാർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡൊക്കെ കൊടുത്തിട്ട് അവരെ ലീഗലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ പൗരന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് മമതാ ബാനർജി ചെയ്തത്. നമുക്കറിയാം ഈ ബംഗാളിൻ്റെ അവസ്ഥ തന്നെ. ബംഗാൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും റോഡിലൊക്കെ വലിയ രീതിയിൽ നിസ്കരിക്കുന്ന ആൾക്കാരാണ്. അത് വലിയ കൂട്ടം കൂടി നിസ്കരിക്കുന്ന, വെള്ളിയാഴ്ച തോറും നിസ്കരിക്കുന്നതാണ്. അപ്പോൾ അതിനും പൂട്ടിയിട്ടിരിക്കുകയാണ് സുവേന്ദു അധികാരി. അതായത് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീടിനകത്ത് മതി അല്ലെങ്കിൽ പള്ളിക്കകത്ത് മതി എന്നുള്ള സെറ്റപ്പിൽ തന്നെയാണ്. അല്ലാത്തവർക്ക് കർശന ശിക്ഷ നൽകും എന്നാണ് ഇപ്പോൾ സുവേന്ദു അധികാരി ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ ആൾക്കാർ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് സുവേന്ദു അധികാരിയുടെ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ മാറ്റിക്കോളാം, പോലീസിന് ഇടപെടൽ വേണ്ട, ഞങ്ങൾ മാറ്റിക്കോളാം എന്ന് പറഞ്ഞാൽ സ്വമേധയാ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ബംഗാളിൽ ഇത്തരത്തിലെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഒരു പേടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പേടി തന്നെയാണ് കഴിഞ്ഞ ദിവസം നൂറുൽ ഹൂഡ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ബംഗ്ലാദേശിലെ അവർ ലീഡർ, ഒരു അവിടുത്തെ നേതാവ് പറഞ്ഞതാണെന്നറിയാം. അത് മമതാ ബാനർജി തെരഞ്ഞെടുത്തപ്പോൾ തോറ്റില്ല. അതായത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പശ്ചിമ ബംഗാളിനെ ഒരു സ്വതന്ത്ര ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുക. അപ്പോൾ നമ്മളെന്താ ബംഗ്ലാദേശിലെ 17 കോടി ജനങ്ങൾ മമതയ്ക്ക് സപ്പോർട്ട് ഉണ്ടാവും, നമുക്കൊരു ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കാം എന്ന ഒരു വാഗ്ദാനമാണ് ഈ നൂറുൽ ഹൂഡ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് തെരഞ്ഞെടുപ്പ് ഞാൻ തോറ്റില്ല, ഞാൻ രാജിവെക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഷോ ഇറക്കില്ല മമത. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് മമത ഇങ്ങനെയൊക്കെ കളിച്ചത്. പക്ഷേ എന്ത് തന്നെയായാലും സുവേന്ദു അധികാരിയുടെ മുന്നിൽ ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. ഞാൻ പറയാം 2017 യോഗി ആദിത്യനാഥ് അവിടെ യു-പിയിലെ ഭരണത്തിൽ വരുന്നതിനെക്കാട്ടി മോശം അവസ്ഥയാണ് ഇപ്പോൾ ബംഗാളിലുള്ളത്. യോഗി ആദ്യത്തെ ഒരു 4-5 വർഷം കൊണ്ട് തന്നെ യു-പി ക്ലീനാക്കി എടുത്തു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അതുക്കും മേലെ ഹിമാലയൻ ടാസ്ക്കാണ് ഈ സുവേന്ദു അധികാരിനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രം ബോട്ടം ലെവൽ, റൂട്ട് ലെവലിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളൊക്കെ റൂട്ട് ലെവലിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇനി കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഈ തൃണമൂൽ ഗുണ്ടകളൊക്കെ അവിടെ വലിയൊരു എൻകൗണ്ടർ സീരീസ് വരാൻ പോവുകയാണ്. അവിടുത്തെ പോലീസിൻ്റെ ഒരു IPS ഓഫീസർ അജയ് പാൽ ശർമ്മ, യു-പിയിലെ യോഗിയുടെ വിശ്വസ്തനാണ്. ഒരുപാട് എൻകൗണ്ടർ സീരീസിൽ നേതൃത്വം നൽകിയ ആളാണ്. അജയ് പാൽ ശർമ്മയെ അവിടെ പോലീസ് ഇതിലേക്ക് IPSലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഡെപ്യൂട്ടേഷൻ വിട്ടിരിക്കുകയാണ് യു-പിന്ന്.
അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോൾ അവിടെ വലിയ രീതിയിൽ എൻകൗണ്ടർ സീരീസാണ്. ഓൾറെഡി ഗുണ്ടകൾക്ക് കീഴടങ്ങാൻ വേണ്ടി സുവേന്ദു അധികാരി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 90 ദിവസം കൊടുത്തിരിക്കുകയാണ്. ഈ 90 ദിവസം കീഴടങ്ങിയില്ലെങ്കിൽ എല്ലാത്തിനും വെടിവെച്ച് കൊല്ലുന്നില്ല ഒരു ലൈനിൽ തന്നെയാണ്. യോഗി യു പിയിൽ നടപ്പിലാക്കിയ സമാനമായ ഒരു വേയിൽ തന്നെയാണ് ഈ സുവേന്ദു അധികാരി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും പെട്ടിരിക്കുകയാണ്. ഈ പല തൃണമൂൽ ഗുണ്ടകളും ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അതായത് അവർ കഴിഞ്ഞ 10-15 വർഷം മമതയുടെ ആ ഒരു തണലിൽ തടിച്ചു കൊഴുത്തിരിക്കുകയാണ്. അവർ ടാർഗറ്റ് ചെയ്യുന്നത് പക്കാന്ന് വെച്ചാൽ ഹിന്ദുക്കളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. BJP പ്രവർത്തകർ എന്ന നിലയിൽ ഹിന്ദുക്കളാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചും അങ്ങനെയുള്ള വലിയ രീതിയിൽ അട്രോസിറ്റീസാണ് ഇവർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തൃണമൂലിൻ്റെ ഗുണ്ടകളെ. ഈ തൃണമൂലിൻ്റെ ഗുണ്ടകൾ എന്ന് പറയുന്നത് പക്കാ ജിഹാദികളാണ്. ബംഗ്ലാദേശിൽ നിന്ന് വന്നവരും ഇവിടുത്തെ ജിഹാദി മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഈ തൃണമൂലിൻ്റെ ഗുണ്ടകൾ. അപ്പോൾ അവരൊക്കെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗുണ്ടകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് അജയ് പാൽ ശർമ്മയെ കൊണ്ടുവന്നത്. പിന്നെ അതുമാത്രമല്ല അജയ് പാൽ ശർമ്മയ്ക്ക് പൂർണ്ണ നിയന്ത്രണം കൊടുത്തിരിക്കുകയാണ്. ഇത്ര ജിഹാദി ആക്ടിവിസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണ നിയന്ത്രണം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ 90 ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ ബംഗാളിൽ അരങ്ങേറുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തുതന്നെയാലും ഇപ്പോൾ പുറത്തിറങ്ങിയ ഏറ്റവും പുതുതായി വന്ന 2 കാര്യങ്ങളാണ് ഈ കോളംബി ഉപയോഗിച്ചുള്ള ബാങ്ക് വിളിയും ഈ പഴയ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവരാനുള്ള സംവിധാനം. അപ്പോൾ ഇത് രണ്ടും ബംഗാളിലെ ജനങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചാണ്. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചു ബംഗാളിലെ ജനങ്ങളല്ല. കഴിഞ്ഞ 2021 അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം കേരളത്തിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് ഇന്ത്യ തന്നെയാണോ? എന്തുകൊണ്ട് കേന്ദ്രം ഇടപെടുന്നില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെടണം, അമിത്ഷാ എന്തുകൊണ്ട് നമ്മുടെ ഇതിനെ ഉപയോഗിച്ചത് അടിച്ചമർത്തുന്നില്ല, ഇത്ര അട്രോസിറ്റീസ് എന്ന് വലിയ വിമർശനം ഉണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലടക്കം തന്നെ ഏഷ്യാനെറ്റിലൊക്കെ ആരോ വിളിച്ചിരുന്നു. അതായത് നിങ്ങൾ ഈ സമയത്തൊക്കെ ബംഗാളിലെ ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ചൊന്നും നിങ്ങളൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് കൊടുക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നാണ് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ അന്ന് പറഞ്ഞത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ആ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ വലിയ രീതിയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തിനായാലും ഈ ആൾക്കാർക്ക് ജനങ്ങൾക്ക് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ ബാങ്ക് വിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊക്കെ ആവാം. ഇത് ഒരു കിലോമീറ്ററിൽ തന്നെ 4-5 മുസ്ലിം പള്ളികളുള്ള അവിടെ നിന്ന് വരുന്ന ബാങ്ക് വിളികൾ വളരെ അസഹനീയമാണ്. അത് ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും വലിയ രീതിയിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേണ്ട. നിങ്ങളുടെ പൊതുസ്ഥലത്ത് നിന്നുള്ള നിസ്കാരം അത്രയും കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ പള്ളിക്കകത്ത് വെച്ച് മതി. അതൊന്നും പൊതുജനങ്ങളെ കാണിക്കേണ്ട എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റായ സെക്യൂരിറ്റി റിലേറ്റഡ് വമ്പൻ ഇമ്പോർട്ടൻ്റായ ഒരു സംസ്ഥാനമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. ആ ബംഗാൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ യു.പിയിൽ യോഗി ചെയ്ത് അതുക്കും മേലെ ചെയ്താൽ മാത്രമേ ക്ലീൻ ആവൂ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് ഈ ഇൻഫിൽട്രേഷനെ ഒഴിവാക്കാനുണ്ട്. അപ്പോൾ അടുത്ത നടപടി അതായിരിക്കും. അതായത് ഏകദേശം ഇപ്പോൾ ഓൾറെഡി ഒരു 10,000-15,000 പേരുടെ ലിസ്റ്റ് സുവേന്ദു അധികാരി തയ്യാറാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ അവർ ബംഗ്ലാദേശിലേക്ക് പറഞ്ഞുവിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അപ്പോൾ നമുക്ക് ബംഗാളിൽ ഒരുപാട്, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശായിട്ട്. നമുക്കറിയാം ബംഗ്ലാദേശ് മുമ്പ് നമ്മുടെ സൗഹൃദ രാജ്യമായിരുന്നു. ഇപ്പോൾ പുതിയ ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിനെ പാകിസ്ഥാനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബംഗ്ലാദേശിനെ ട്രീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത്, അങ്ങനെയുള്ള ഒരു രാജ്യത്തിന് അതിർത്തി പങ്കിടുന്ന ബംഗാൾ ഇത്തരത്തിലെ നല്ല നടപടികൾ വരട്ടെ. രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കട്ടെ. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.